എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലൈംലൈറ്റ് ഇരിക്കുന്നത് നമ്മുടെ അന്നമനട മേലടൂരാണ്. മേലടൂര് ഒരു കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയായ നമ്മുടെ ഒരു ടീച്ചറായിട്ട് ആദ്യം വർക്ക് ചെയ്ത, ഇപ്പോൾ കൗൺസിലിങ്ങിലേക്ക് കടന്ന റോസ്മി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ ഒരു ടീച്ചറെ പരിചയപ്പെടാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ആദ്യം ടീച്ചറായിരുന്നു അല്ലേ? അതെ, ഞാൻ കുറെ വർഷകാലം ടീച്ചറായിരുന്നു. അവസാനം ഇവിടെ ഹോളി ചൈൽഡ് ICSE സെൻട്രൽ സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ കൗൺസിലിങ്ങിന്റെ ഫീൽഡിലേക്ക് വന്നേക്കാണ്. എന്താണ് ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് വരാനുള്ളൊരു കാരണം? എനിക്ക് ആദ്യമേ തുടങ്ങി തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാനും, വിഷമങ്ങൾ പറയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് സമീപിക്കുമ്പോൾ അപ്പൊ എൻ്റെ അടുത്തേക്ക് ഒരു അപ്രോച്ചബിൾ ആണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് എപ്പോഴും നല്ലൊരു സന്തോഷമായിട്ട് കൊടുക്കാൻ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് കേട്ടറിഞ്ഞ് നമ്മൾക്ക് അവരെ തിരിച്ച് അപ്രോച്ച് ചെയ്ത് അവരെ ശാന്തമാക്കി വിടാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അതെ, കഴിവുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു കൗൺസിലിംഗിലേക്ക് വരുമ്പോഴേ, അതായത് നമ്മൾ ഈ കൗൺസിലിംഗിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണ്? അവരുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റും അവർക്ക് എങ്ങനെയാണ് അവരുടെ അപ്പോഴത്തെ ഫീലിങ്സ്, എങ്ങനെയാണ് സെന്റിമെന്റ്, അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റുള്ള വ്യക്തികളെയാണെങ്കിലും നമുക്ക് അത് കൃത്യമായിട്ട് അറിയാം. എന്തോ സംതിങ് റോങ് അല്ല, അതായത് അവരുടെ വിഷമം. അതെ, അങ്ങനത്തെ ഒരു ഇത് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയും നാള് എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിതരായിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? കുറെ പേര് അങ്ങനെ ഉണ്ട്. നമ്മൾ ഈ ഓർമ്മയിലുള്ള, അതായത് ഇപ്പൊ നമ്മൾ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അത് ആ ഒരു ആണിനായാലും പെണ്ണിനായാലും അത് അനിവാര്യമാണ് എന്നുള്ള എന്തെങ്കിലും ഒരു ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും? ഇപ്പൊ ഒരു പാരന്റ്സ് വന്ന് അവർക്ക് കുട്ടി ക്ലാസ്സിൽ പോണില്ല എന്നുള്ളതായിരുന്നു. ക്ലാസ്സിൽ പോകാനുള്ള മടിയായിരുന്നു. അപ്പോൾ സ്കൂളിൽ വരും, പക്ഷെ അവൻ ക്ലാസ്സിലേക്ക് കടക്കില്ല. കുറച്ചു നേരം, 1 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് അമ്മേനെ വിളിച്ചങ്ങനെ തിരിച്ചു പോണ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അവരായിട്ട് സംസാരിച്ച്, കുട്ടിയായിട്ട് സംസാരിച്ച് കൗൺസിലിംഗ് ചെയ്ത് അവർക്ക് ആ ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പിന്നത്തെ ആഴ്ച തുടങ്ങി തന്നെ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങി, ഇമ്പ്രൂവായി. അതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് ഇതുപോലെ തന്നെ കുട്ടികളുടെ ബുള്ളിങ്, അവരുടെ അബ്യൂസ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പരീക്ഷ പേടി, അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് പോണില്ല. അപ്പൊ ഇതുപോലെ തന്നെ ആ പേരന്റ് വിളിച്ച് അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരായിട്ട് സംസാരിച്ച് അങ്ങനെ അവർക്ക് ഓരോ ടിപ്സുകൾ, പലതരത്തിലുള്ള ടിപ്സുകൾ നമ്മൾ ചെയ്യും. മെഡിറ്റേഷൻ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജീസ് ഉണ്ട് ഇതിന്. അങ്ങനെ പറഞ്ഞ് അവർക്കത് ഹോംവർക്ക് പോലെ ചെയ്യാനൊക്കെ കൊടുത്തത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓർഡറായി. പറഞ്ഞ് വളരെ നന്ദി, കാരണം ഞങ്ങൾ വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ടീച്ചറാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ മൈൻഡ് ഹീലിംഗ് അതല്ലേ? അതെ, അത് ശരിക്കും എന്താണ് മൈൻഡ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മനസ്സിനെ സുഖപ്പെടുത്താന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തില് വളരെ പ്രതിസന്ധിയും അതുപോലെ തന്നെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒന്ന് മനസ്സ് തുറന്ന് പറയാനായിട്ട് ഉള്ള സമയമില്ല വീട്ടില്. എല്ലാവരും ബിസിയാണ്. ഇപ്പൊ കുട്ടികളുടെ കാര്യമാണെങ്കിലും അവർ സ്കൂളിൽ വീട്ടിൽ വരുമ്പോൾ പാരന്റ്സ് ഉണ്ടാവണമെന്നില്ല. പാരന്റ്സ് വരാണെങ്കിലും അവർക്ക് പിന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിലും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതേസമയം തന്നെ കുട്ടികളോടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതില് അവർക്ക് ഒന്ന് ആരെങ്കിലായിട്ട്, വേറൊരാളായിട്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആശയവിനിമയത്തിന്റെ കുറവുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മൈൻഡ് ഹീലിംഗ് എന്ന് പറഞ്ഞത് ഞാൻ തുടങ്ങാൻ കാരണം, പല എൻ്റെ അധ്യാപന ജീവിതത്തിലൂടെയും അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് സംസാരിച്ച് തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. ഒന്ന് സംസാരിച്ചാൽ മതി, ഒന്നിരുന്ന് സംസാരിച്ച് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാൽ മതി. പിന്നെ ചില കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സും ഹെൽപ്ലെസ് ആവണ കേസുകളുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ക്ലയന്റില് ഭൂരിഭാഗവും സ്റ്റുഡൻസ് ആണ്, കുട്ടികളെ കൊണ്ട് പാരന്റ്സ് വരുന്നത്. അപ്പൊ അവര് ഹെൽപ്ലെസ് ആണ്. അപ്പോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, ഈ കുട്ടികൾക്ക് പാരന്റ്സിനോട് എല്ലാം തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും പാരന്റ്സ് പറയുന്നവരനുസരിക്കണമെന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പാരന്റ്സിന് വളരെ ഒരു സഫോക്കേഷൻ ആണ്. അവര് ഹെൽപ്ലെസ് ആണ്.
അവർക്കൊന്നും ചെയ്യാൻ കൂടുതലായിട്ട് കുട്ടികളെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്, അങ്ങനെയാണോ? അല്ല, കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ ഫാമിലി കൗൺസിലിംഗും ഉണ്ട്, കപ്പിൾ കൗൺസിലിംഗ്, എല്ലാ ഏജ് ലിമിറ്റിലുള്ള കൗൺസിലിംഗ് ഉണ്ട്, എല്ലാ ഏജ് ലെവലിലും. അപ്പൊ അതായത് നമ്മൾ ഈ അടുത്ത ദിവസം തുടങ്ങാൻ പോകുന്ന ഒരു സെന്റർ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമുക്ക് സാധാരണ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മാനസിക അസുഖമുള്ളവർ മാത്രമാണ് ഈ കൗൺസിലിങ്ങിന് പോകുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കണത്. തുടങ്ങുന്ന സെന്ററിൽ എന്തെല്ലാം തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് ശരിക്കുള്ളത്? അവിടെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, കുട്ടികളുടെ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പിൾ കൗൺസിലിംഗ് നമുക്ക് ചെയ്യാം. പിന്നെ പ്രായഭേദമന്യേ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്കും നമ്മള് ടീച്ചർ അതിനുശേഷം മാത്രമാണ് കൗൺസിലിലേക്ക് ഇപ്പൊ വന്നത്. മാഡം വന്നേക്കണം. അപ്പോ അങ്ങനെ ഒരു തരത്തിലുള്ള രീതിയിലേക്ക് വരാനായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ? അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞു, ആദ്യം ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, കാരണം എങ്ങനെയാണ് ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്നുള്ളത്. അപ്പൊ ഞാൻ മുമ്പിൽ വന്നിരിക്കുമ്പോഴും എന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണം അല്ലേ? അപ്പോ അത്തരത്തിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതായത് ഇപ്പൊ എന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഒരുവിധം അറിയാൻ പറ്റും. ഇതല്ല, നന്നായിട്ട് തന്നെ നമുക്കത് എന്നൊന്ന് പറയാമോ അങ്ങനെ? അല്ലേ, അങ്ങനെയല്ല ശരിക്കും ഒരാളെ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയാതെ ശരിക്കും അങ്ങനെയാണ്. എന്നൊന്ന് പറയാമോ വെറുതെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹാപ്പിയാണ്, ഹാപ്പി മൈൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നണത്. ശരി. എപ്പോഴും ഒരു നല്ലൊരു സ്മൈലിംഗ് ഫേസ്. ഞാൻ ഇതിനു മുൻപും ലൈം ലൈറ്റിൽ കണ്ടുള്ള നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ആളാണ്, പോസിറ്റീവ് എനർജി. അപ്പൊ പിന്നെ നിങ്ങളെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നത്, പ്രതിസന്ധികളില്ലാത്ത ആൾക്കാരില്ല, പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. ഏത് ആൾക്കാർക്കും അവരുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളോ പല വിഷയങ്ങളുണ്ടല്ലേ, സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ അതിലെല്ലാം അതിജീവിക്കാനായിട്ടുള്ള കഴിവ് ഉണ്ട്. പേര് സുധീറിനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും ഞാൻ ടീച്ചർ എന്നാണ് ഇപ്പൊ വിളിക്കണേ. അപ്പോ എന്തായാലും ഇപ്പൊ ഇത്രയും ഒരു ക്യാപ്സ്യൂൾ പരിപാടിയെങ്കിൽ പറഞ്ഞത് ശരിയാണ്. നമ്മളെപ്പോഴും നമ്മളുടെ അവസ്ഥകൾ ചിരിച്ച് മറ്റുള്ളവരെ എന്താ പറയാ, അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം. എന്തായാലും 100% ശരിയാണോ പറഞ്ഞത്? ഇനി ജനങ്ങൾക്ക് എന്താണ് കൊടുക്കാനുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ഒരു അഡിക്റ്റ് ആവുക എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഒരു അവസ്ഥ. അതായത് അഡീഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഒന്നിലെ മൂകമായിട്ട് ഇരുന്ന് പോവുക ഒരു വിഷയത്തെ ചൊല്ലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം മനസ്സിൽ കയറി കാലങ്ങളായിട്ട് ചിലപ്പോൾ ആരോടും പറയാതെ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന അന്തരീക്ഷം ചിലപ്പോ അങ്ങനെയുള്ളവരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇങ്ങനെ കൗൺസിലിംഗ് പോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കണം. സാധാരണ ജനങ്ങളിൽ ഒരു മിഥ്യാധാരണ, തെറ്റായിട്ടുള്ള ധാരണ എന്ന് വെച്ചാൽ കൗൺസിലിങ്ങിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് അസുഖമുള്ളവർ മാത്രമാണ് കൗൺസിലിങ്ങിന് പോകാം. അപ്പൊ അവർക്ക് പാരന്റ്സിനാണെങ്കിലും ഈ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പേടിയാണ്, മറ്റുള്ളവർ കണ്ടാലോ വൈകല്യമാണെന്നുള്ള വൈകല്യം, എന്തെങ്കിലും മാനസിക മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മളുടെ പ്രത്യേകിച്ച് ഈ റിമോട്ട് ഏരിയയില്, വില്ലേജ് ഏരിയയില് വന്നിരിക്കുന്നത്. ഔട്ട്സൈഡും ഒക്കെ ഇതൊരു എന്താ പറയാ, ഒരു ഡെയിലി ക്യാപ്സൂൾ പോലെ ആയിട്ടുണ്ട് ഈ കൗൺസിലിംഗ്. പക്ഷെ ഇവിടങ്ങളിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റുള്ള കുട്ടീനെ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ പാരന്റ്സോ അല്ലെങ്കിൽ ഫാമിലി വരുമ്പോഴോ ഇനി അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റുള്ളവർ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രിജുഡീസ് ചെയ്യാന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, അത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാർക്ക് തന്നെ അത് മീൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതെ. പറ്റാത്ത അവസ്ഥ. മെന്റലി ഡിസോർഡർ ആവും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, വിഷാദമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചോളം പഠനത്തിൽ വൈകല്യമായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളിൽ നമ്മൾ കാണുന്നത് അമിതമായിട്ടുള്ള ദേഷ്യം, കോപം, അത് വലിയവരിലും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പാരന്റ്സിന്, മാതാപിതാക്കൾക്ക്, കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഉപയോഗപ്പെടുത്തി അവർ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവർക്ക് ആ ഒരു മെന്റൽ ഹെൽത്ത് റീസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് കുട്ടികളിൽ ഒരുപാട് കൂടുതലല്ലേ? അതെ. ഇപ്പൊ കുട്ടികളിലെ പണ്ടത്തെ കുട്ടികളെ പോലെ ഇന്നത്തെ കുട്ടികള്, നമുക്ക് ആ കുട്ടികളെ ഒന്നും തന്നെ പാരന്റ്സിന് ആ കുട്ടികളെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല.
ഭയങ്കര ഐക്യമായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് തുറന്ന് പറയാത്ത കുട്ടികൾക്ക് ഐക്യമായിരിക്കും. പക്ഷെ അവര് പറയണ കാര്യങ്ങളൊന്നും എല്ലാവരും അല്ല നമ്മൾ പറയണത്. പക്ഷെ മോസ്റ്റ്ലി മെജോറിറ്റി ഇപ്പൊ ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്ത കാര്യങ്ങളിലും അതുപോലെ തന്നെ എന്റെ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ ഞാൻ പറയണത്, കുട്ടികൾ ആരും തന്നെ ഒന്നും തുറന്നു പറയില്ല. അതിനുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലെങ്കിലും നന്നായിട്ട് നോക്കുന്ന പാരന്റ്സ് ആണെങ്കിലും കൂടിയിട്ട് ചില കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കണം. അങ്ങനെ കൂടി വരുമ്പോൾ അവിടെ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നതായിട്ട്, മിസ്കോണ്ടക്ട് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരുത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ അവര് പറഞ്ഞ് മനസ്സിലാക്കുക, പാരന്റ്സിനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തിരുത്താവുന്നുള്ളൂ. ഇനി അത് അവര് ഹെൽപ്ലെസ് ആണെന്നുള്ള സ്ഥിതിക്ക് അവർക്ക് വിശ്വാസമുള്ള ഒരു കൗൺസിലറിനെ കണ്ട് കാര്യങ്ങൾ ആണ് സംസാരിച്ച് അതിനൊരു വേണ്ടത്ര നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു നല്ലൊരു അവരുടെ ഡെവലപ്മെന്റിനും ഇമ്പ്രൂവ്മെന്റിനും സഹായിക്കും. നേരത്തെ പറഞ്ഞു പോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക എന്ന് പറയുന്നത് ശരിക്കും മെന്റലി ഡിസോർഡർ ആയവര് ആണ് എന്നാണ് പൊതുവെ ഒരു ധാരണ. അതൊരു തെറ്റിദ്ധാരണയാണ് ശരിക്കും. അത് തെറ്റിദ്ധാരണയാണ്. അതായത് മാനസികമായിട്ട് എനിക്ക് ഒരാളോട് സംസാരിച്ചാൽ ഒരു കുംഭസാരം, അതായത് ഒരു അച്ഛന്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ അതൊരു കുംഭസാരം എന്ന രീതി തന്നെയാണ് ഈ അതിന്റെ മറ്റൊരു രൂപം. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷയങ്ങളുണ്ട്. ഞാനിങ്ങനെ പൂർണ്ണമായിട്ട് നടക്കുമ്പോൾ പോലും എന്റെ മാനസികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിപ്പോ ടീച്ചറിനും ഉണ്ടാവും, എല്ലാവർക്കും തുറന്ന് പറയാനായിട്ടുള്ള, അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു മാനസികമായിട്ടുള്ള വിഷയങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത്, അത് അങ്ങനെ ചിന്തിച്ച് നടക്കുന്നവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചിന്തിച്ച് നടക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് അവർക്ക് സമ്മർദ്ദങ്ങള്, സ്ട്രെസ്, ഉത്കണ്ഠകള്, അങ്ങനെ പല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് കൂടിയിട്ടാണ് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവര് ഒരു കൗൺസിലറിനെ സമീപിച്ച് അവർക്ക് തുറന്ന് സംസാരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ അവരുടെ നിന്ന് ഷെയർ ചെയ്ത് അങ്ങനെ അതിനെ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പൊ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന കാര്യം സാറ് പറഞ്ഞ പോലെ കുമ്പസാര രഹസ്യം പോലെ തന്നെയാണ്. ഒരു കാരണവശാലും പുറത്തു പോവില്ല. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വീട്ടിലുള്ളവർക്കോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു കൗൺസിലർ വിശ്വസിച്ച് പറയാം. അതെപ്പോഴും ഒരു സുരക്ഷിതമായിരിക്കും, വിശ്വാസം. നമ്മളോടൊപ്പം തന്നെ മണ്ണിനടി പോകും. അതെ നമ്മളോടൊപ്പം തന്നെ മണി. ഒരു കാരണവശാലും വീട്ടിലെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യോ ഇല്ല. അതാണ് സത്യം. അത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. ഇപ്പൊ പല ആൾക്കാരും, ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ കൗൺസിലർ ഇനി വേറെ വല്ലയിടത്തും പറയും, അങ്ങനെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, വിദ്യാധാരണയുണ്ട്, നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൗൺസിലിംഗിന് വരാനായിട്ട് മടിക്കും. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, ഒരു വാചകത്തിലൂടെ ഒരു ജീവൻ തന്നെ മുന്നോട്ട് മതി. അതെ. പിന്നെ എന്റെ കൗൺസിലിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞു, മൈൻഡ് ഹീലിംഗ് ദ മൈൻഡ്. അപ്പൊ എപ്പോഴും ഈ കൗൺസിലിംഗ് സെന്റർ തുടങ്ങണേക്കാൾ മുമ്പും അതിൽ മുൻപും എപ്പോഴും ഞാൻ മറ്റുള്ളവരെ മൈൻഡ് ഹീൽ ചെയ്യണ ഒരു പ്രോസസ്സാണ് എനിക്കുള്ളത്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എപ്പോഴും ഞാൻ പോസിറ്റീവ് സ്ട്രോക്കാണ് കൊടുക്കുള്ളൂ. ഇതുവരെ ഒരു നെഗറ്റീവ് പ്രോസസ്സിംഗ് ഇപ്പൊ ഒരു പഠനത്തില് മോശമായിട്ടുള്ള കുട്ടിയാന്ന് വിചാരിക്കും. ചെറിയ ഒരു പഠനത്തില് മോശമായിട്ടുള്ള കുട്ടി, അല്ലെങ്കിൽ അവന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, അവൻ ഭയങ്കര ഗ്ലൂമി, മറ്റുള്ള കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക്. അപ്പൊ അങ്ങനെയുള്ള കുട്ടീനെ നീ മോശമാണ്, നീ അങ്ങനെയല്ല, നിനക്ക് പറ്റും, അയക്കേണ്ടു. ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തി കൊടുക്കാം. കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു. സോ ഞാൻ സാധാരണ ഇവരോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്, എനിക്ക് തന്നെ മോർണിംഗിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഒരു 10 times അതൊരു അതെ ഐ ക്യാൻ ഡു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വാക്ക് മനസ്സിലേക്ക് വരരുത്. ആത്മവിശ്വാസം, അത് ഞാൻ നന്നായിട്ട് അവർക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള. അതെ. ആദ്യം തന്നെ ഇപ്പൊ ഒരു കൗൺസിലിംഗ് വരുന്ന ആളായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ അവരുടെ ക്വാളിറ്റീസാണ് ഞാൻ പറയാം. അവരായിട്ട് സംസാരിക്കുമ്പോ അവര് വരുന്നത് ചിലപ്പോൾ എനിക്ക് ഒന്നിനും കഴിവില്ല, അല്ലെങ്കിൽ എന്റെ സ്ഥിതി ഇങ്ങനെയായി പോയി, അല്ലെങ്കിൽ ഇങ്ങനെയായി പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും. 100% പേര് അങ്ങനെ 100% പേരും അങ്ങനെയാണ്. അപ്പോ നമ്മള് ഈ സംസാരിക്കുന്ന ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നമ്മള് സംസാരിക്കുമ്പോൾ
നമുക്കറിയാം അവരിൽ കുറെ ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ആ ക്വാളിറ്റീസ് അതെല്ലാം ബാക്കിലായിരിക്കും. അതൊന്നും അവർ കാണില്ലേ. അവർക്ക് നെഗറ്റീവ് മാത്രം ഫ്രണ്ടില് അവര് കാണുന്നത് മാത്രമല്ല, മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് അവരെ ചിന്തിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർക്ക് പറ്റി, പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചിട്ട് അത് അപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് കാലാകാലത്തോളം ആ ഒരു പേരാണ്, കള്ളനാണ് പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ എന്തൊക്കെ എന്റെ മോളിൽ കൂടെ പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കൗൺസിലിംഗ്, ഇപ്പൊ ഫാമിലി മീൻസ് എന്തൊക്കെ പോളിഷ് ചെയ്താലും ആ ഒരു പ്രിജുഡീസ് മാറ്റാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ ഞാൻ അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇപ്പൊ പലർക്കും പല വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ IQ ടെസ്റ്റ് ചെയ്യും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ അടുത്ത ദിവസമാണല്ലോ ഇതിന്റെ ഇനാഗ്രേഷൻ. അതെ അതെ. ആ ഒരു ഹോസ്പിറ്റൽ എന്തായാലും പറയും കൗൺസിലിംഗ് സെന്റർ, കൗൺസിലിംഗ് മൈൻഡ് ഹീലിംഗ് കൗൺസിലിംഗ് സെന്റർ. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവസാനമായിട്ട് ജനങ്ങളോട് പറയാനുള്ളത്? മൈൻഡ് ഹീലിംഗ് കൗൺസിലിംഗ് സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ ജനങ്ങളെ ക്ഷണിച്ചു. അതെ അതെ. മൈൻഡ് ഹീലിംഗ് കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ജനുവരിയിലാണ്. അപ്പോ എല്ലാ നാട്ടുകാർക്കും, വീട്ടുകാർക്കും, ബന്ധുക്കൾക്കും, ബന്ധുജനങ്ങൾക്കും, വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനായിട്ട്, എൻ്റെ പേര് റോസ്മി ഫ്രാൻസിസ്, കൗൺസിലറാണ്. ഞാനായിട്ട് ഷെയർ ചെയ്യാം. ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോയില്ല. ഇതൊരു കുമ്പസാര രഹസ്യം പോലെയാണ്. അതേസമയം തന്നെ ഒരു 75% അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഹീലാവും. പിന്നെ ഫോളോ അപ്പിലൂടെ പൂർണ്ണമായിട്ടും ഹീലാക്കി തരാമെന്നാണ്, സുഖപ്പെടുത്തി തരാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു മാനസിക രോഗമല്ല. ഇത് മാനസിക രോഗത്തിന് മാത്രമല്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ തുറന്ന് സംസാരിക്കുക, ആശയവിനിമയത്തിന്റെ പിശുക്കാണ് ഭൂരിഭാഗം വീടുകളിലും ജനങ്ങളിലും ഉള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ അതിന് അറിയാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പങ്കുവയ്ക്കുക. അങ്ങനെ സമൂഹത്തെയും വീടിനെയും നാടിനെയും സമൂഹത്തെയും എല്ലാവരെയും നല്ലൊരു മെന്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാനത് 100% ആ ഡ്യൂട്ടി നിർവഹിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും റോസ്മി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ ടീച്ചറുടെ ആ വാക്കുകൾ തന്നെയാണ് സത്യം. എന്തായാലും അടുത്ത ദിവസം നമ്മുടെ മേലടൂരാണ് ആ ഒരു സംരംഭം ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ പറഞ്ഞ നമ്പറിൽ വിളിക്കുക. അത് വെയിറ്റ് ചെയ്യണ്ട. കാരണം ആ സെന്റർ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊന്നും വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളുടെ മനോവിഷമങ്ങൾ ടീച്ചറെ വിളിച്ച് സംസാരിച്ചാൽ ഒരു 100% വിജയം അതിൽ തന്നെ കണ്ടെത്താനാകുമെന്നാണ് ടീച്ചർ പറയുന്നത്. അതിന് ഒരുപാട് അനുഭവസ്ഥരും പുറത്തുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു സംരംഭം വിജയിക്കട്ടെ. ടീച്ചറെ കാണുവാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ എല്ലാവരും വിളിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ, മനോവിഷമങ്ങൾ ഈ ടീച്ചറോട് സംസാരിക്കുക. നിങ്ങൾ അതിൽ മുക്തി നേടി ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ടീച്ചറുടെ ഈ മേലടൂർ തുടങ്ങുന്ന ആ ഒരു സംരംഭത്തിനും എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്.